ചേർത്ത് പൊടിച്ചാണ്. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയുടെ ജാറിൽ ഒരു 5-6 ഏലക്കയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് പിന്നെ ശർക്കര ചേർക്കുന്ന എല്ലാത്തിലും കുറേശ്ശെ പഞ്ചസാര കൂടി ചേർക്കുന്നത് നല്ലതാണ്. ആ ശർക്കരയുടെ ചുവ മുന്നിട്ട് നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഏലക്ക ചതച്ച് മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ഇത്രയും കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് മിക്സിയുടെ ജാറുണ്ടല്ലോ, പഞ്ചസാര പൊടിച്ചെടുത്ത് അതിലോട്ട് ഒരു പാളയംതോടം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് ഒരു പഴം ചേർത്താൽ മതിയാകും. കൂടുതൽ ചേർക്കരുത്. എന്നാൽ പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവറായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ പഴക്കേക്കിൻ്റെയൊക്കെ ഒരു രുചി വരും. നമ്മുടെ ഉണ്ണിയപ്പത്തിന് ആ ഒരു ഇത് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ പഴമാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ ആകെ ഒരെണ്ണമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വലിയ പഴം ഏതെങ്കിലും ആണ് പഴുത്തതുള്ളെങ്കിൽ എൻ്റെ പകുതി ചേർത്താലും മതിയാകും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇത് മാവ് നല്ല ചൂടുണ്ട്. നമ്മൾ തിളച്ച ശർക്കര പാനിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഞാനൊന്ന് ചേർക്കുന്നുണ്ട്. ആ